അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിനെ അന്നത്തെ ഭരണാധികാരിയായ അബൂ ജഅഫറുൽ മൻസൂർ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കൂഫയിൽ നിന്ന് ബഗ്ദാദിലേക്ക് വരണം. ബഗ്ദാദായിരിക്കണം തലസ്ഥാനം. നിങ്ങൾ അവിടുത്തെ ചീഫ് ജസ്റ്റിസ് ആകണം. നിങ്ങൾ അവിടുത്തെ ഏറ്റവും വലിയ മേൽക്കാദിയാകണം. സുബ്ഹാനല്ലാഹ്, ഈ മത്സരത്തിന്റെ കാലം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ആ ചരിത്രത്തിൽ എത്ര വലിയ പാഠമാണ്. സുബ്ഹാനല്ലാഹ് ജല്ല ജലാലുഹു. ഒരു നിക്കാഹിന് വേണ്ടി ക്ഷണിക്കപ്പെട്ട വീട്ടിൽ ഒരേപോലെ അല്ലെങ്കിൽ വ്യത്യസ്തമായ വിധത്തിലുള്ള ആലിമീങ്ങൾ വന്നു, തങ്ങന്മാർ വന്നു, വിളിച്ചോലെല്ലാം വന്നു. അപ്പൊ പിന്നെ പുറക്കാരന് ബേജാറ് തുടങ്ങി. എന്താ ബേജാറ്? പക്ഷേ അയാളെ കൊണ്ട് കുത്തുബോധിച്ചില്ലെങ്കിൽ മറ്റേ മൊയിലാർക്ക് വെറുപ്പിടിക്കുമോ? ഇയാളെ കൊണ്ട് നിക്കാഹ് ചെയ്തിട്ടില്ലെങ്കിൽ മറ്റേ തങ്ങൾക്ക് വെറുപ്പിടിക്കുമോ? ഇവരെ കൊണ്ട് ദ്വാരിപ്പിച്ചിട്ടില്ലെങ്കിൽ അപ്പോ മറ്റേ ചോദിച്ചു പോവോ? ഇങ്ങനെയൊക്കെ ചിന്തയുള്ള ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? സ്ഥാനത്തിനു വേണ്ടി മനുഷ്യൻ ആഗ്രഹിക്കുന്ന കാലം. എന്തിനധികം പറയണം, ഒരാൾ മരിച്ചാൽ മയ്യിത്ത് നിസ്കരിക്കേണ്ടത് ആരാണ്? അതിനുള്ള അവകാശം പാപ്പ, മകൻ തുടങ്ങിയ കുടുംബങ്ങൾക്കാണ്. അവകാശമാണത്. പക്ഷേ ഒരു വലിയ ആലിമോ ഒരു സയ്യിദോ അങ്ങനെ ആദരിക്കപ്പെടുന്ന ആളുകൾ ഉണ്ടാവുമ്പോ മകൻ ആ ആലിമിനെ നിർത്തുന്നത് അദബാണ്. അത് വലിയ പുണ്യമാണ്. മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ അവർ വഫാത്തായപ്പോൾ സ്വന്തം ജ്യേഷ്ഠനാണ് മർഹൂം ഇ കെ അബൂബക്കർ മുസ്ലിയാർ ശംസുൽ ഉലമ. കേരളം കണ്ട വലിയ പണ്ഡിതനാണ്. പക്ഷേ മാണക്കങ്ങട് തങ്ങളെ ഇമാമത്ത് നിർത്തി. എന്തുകൊണ്ട്? അദബാണ്. ജ്യേഷ്ഠനാണ് മാറി നിൽക്കുന്നത്. കാരണം ശംസുൽ ഉലമക്ക് അറിവുണ്ട്, വിവരമുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോൾ വിവരമില്ലാത്ത ചില ആളുകൾ കയറിയിട്ട് സുബ്ഹാനല്ലാഹ് പ്രധാനപ്പെട്ട സയ്യിദന്മാരോ ആലിമീങ്ങളോ ഉള്ള സ്ഥലത്ത് എങ്ങനെങ്കിലും ഏതെങ്കിലും ഒരു ജാഹിലിനെ പിടിച്ച് ചിലപ്പോൾ ഇമാമത്ത് നിർത്താനും അറിയില്ല, ചിലപ്പോൾ ഫാത്തിഹ ശരിക്കും അറിയില്ല, അങ്ങനത്തെ വരെ പിടിച്ച് ഇമാമത്ത് നിർത്താൻ വേണ്ടി അതിനുവേണ്ടി വല്ലാതെ ശ്രമിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ട്. അതുപോലെ ചില പുത്തൻവാദികളുണ്ട്. കാരണം അത് മുഴുവനും എടുത്തു കളയുക എന്നതാണല്ലോ അവരുടെ അടിസ്ഥാനം തന്നെ. എന്നാൽ സുഹൃത്തുക്കളെ, ഈ ഇമാമത്ത് നിർത്തുന്ന മുസ്ലിയാർക്കോ തങ്ങൾക്കോ അവർക്കൊരിക്കലും തന്നെ ഞാനാണ് നിൽക്കേണ്ടത് എന്നൊരു തോന്നലുണ്ടാകാൻ പാടില്ല. ഞാൻ ദ്വാരന്നിട്ട് മറ്റുള്ളവർ അമീൻ പറയണം എന്ന തോന്നലുണ്ടാകാൻ പാടില്ല. അത് അഹങ്കാരമാണ്. പടച്ചവൻ വെറുതെ വിടൂല. അതേ സമയത്ത് മകനോ കുടുംബത്തിൽപ്പെട്ട അർഹതപ്പെട്ടവരോ ഒരാളോട് ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞാൽ ആ പറഞ്ഞവൻ അല്ലാതെ വേറൊരാൾക്ക് ഇമാമത്ത് നിൽക്കാൻ പാടില്ല. തുഹഫയടക്കമുള്ള കിതാബുകളിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ കുടുംബത്തിൽപ്പെട്ടവൻ സുന്നിയല്ലെങ്കിലോ, ഒരു പാവപ്പെട്ട ഉമ്മാമ മരിച്ചു, മകൻ സുന്നിയല്ല, എന്നാൽ ആ സുന്നിയല്ലാത്തവന് മകൻ എന്ന അഡ്രസ്സിൽ ഇമാമത്ത് നിൽക്കാൻ അധികാരമില്ല. സുന്നത്ത് ജമാഅത്തുകാരാണെങ്കിൽ മാത്രമേ ഇമാമത്ത് നിൽക്കാൻ അവകാശമുള്ളൂ. ഇല്ലെങ്കിൽ സ്വന്തം മകനായാലും ബാപ്പയായാലും അവകാശമില്ല.